ഷൂട്ടിംഗ് തീരുന്നതിന് മുന്നേ കോടികളുടെ വിൽപ്പന. ലക്കി ഭാസ്കറിന്റെ വമ്പൻ വിജയത്തിന് ശേഷം ദുൽഖർ സൽമാൻ നായകനാകുന്ന തെലുങ്ക് സിനിമകളുടെ ബിസിനസ് ഷൂട്ടിംഗ് തീരുന്നതിന് മുന്നേ വമ്പൻ തുകയ്ക്ക് വിറ്റുപോവുകയാണ്. തിയേറ്റർ റിലീസിന് ശേഷം റെക്കോർഡ് വ്യൂസ് ആണ് ദുൽഖർ സിനിമകൾക്ക് നിരന്തരം OTT ലഭിക്കുന്നത്. പവൻ സതിനേനി സംവിധാനം ചെയ്യുന്ന ആകാശംലോ ഒക്കത്താര എന്ന സിനിമയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശങ്ങൾ ഏകദേശം 34 കോടി രൂപയ്ക്ക് നെറ്റ്ഫ്ലിക്സ് വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. സിനിമയുടെ ഓഡിയോ അവകാശങ്ങൾ ഏകദേശം 7 കോടി രൂപയ്ക്കും വിറ്റുപോയിട്ടുണ്ട്. ഇതോടെ റിലീസിന് മുൻപേ ചിത്രം വലിയൊരു സാമ്പത്തിക നേട്ടം സ്വന്തമാക്കി കഴിഞ്ഞു. ശ്രുതി ഹസൻ സിനിമയുടെ ഭാഗമാണെങ്കിലും ദുൽഖറിന്റെ നായിക വേഷം ചെയ്യുന്നത് സാത്വിക വീരപ്പള്ളിയാണ് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിൽ ഒരു സയൻസ് ടീച്ചറുടെ വേഷത്തിലാണ് ശ്രുതി ഹസൻ എത്തുന്നത്. ട്രയൽ ബ്ലേസർ എന്നാണ് പോസ്റ്ററിൽ ശ്രുതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വഴികാട്ടി, മാർഗദർശനി എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. 2026 വേനൽക്കാലത്ത് തെലുങ്ക്, തമിഴ്, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിൽ റിലീസ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആകാശം ലോകത്താര ഇപ്പോൾ അവസാനഘട്ട ഷൂട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രിയിൽ ക്ലൈമാക്സ് ഷൂട്ടിംഗ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം ദുൽഖർ നായകനായി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം എന്ന സിനിമയുടെ പ്രധാന ഷെഡ്യൂൾ ഇപ്പോൾ ചെന്നൈയിൽ പുരോഗമിക്കുകയാണ്. ഐ ആം ഗെയിമിന്റെ നിർണായകമായ ആക്ഷൻ രംഗങ്ങളും ഇൻഡോർ സീനുകളുമാണ് ഇപ്പോൾ ചെന്നൈയിൽ ചിത്രീകരിക്കുന്നത്. ഏകദേശം 40 മുതൽ 46 ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ബാക്കിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനകം തന്നെ 100 ദിവസത്തിലധികം ഷൂട്ടിംഗ് പൂർത്തിയായിട്ടുണ്ട്. ദുൽഖർ സിനിമയിലെത്തി 14 വർഷം തികയുന്ന വേളയിൽ പുറത്തിറക്കിയ പോസ്റ്ററിലൂടെ 2026 ഓണം റിലീസായി ഐ ആം ഗെയിം എത്തുമെന്ന് നിർമ്മാതാക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഐ ആം ഗെയിമിന്റെ ഡിജിറ്റൽ അവകാശങ്ങളെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. എങ്കിലും RDH സംവിധായകന്റെ സിനിമ എന്ന നിലയിലും ദുൽഖറിന്റെ മലയാളത്തിലേക്കുള്ള റീ എൻട്രി എന്ന നിലയിലും റെക്കോർഡ് തുകയ്ക്കുള്ള മത്സരത്തിലാണ് പ്രമുഖ OTT കമ്പനികൾ. നിലവിൽ ദുൽഖർ സൽമാനും പൂജ ഹെഗ്ഡെയും ഒന്നിക്കുന്ന DQ41 എന്ന താൽക്കാലികമായി അറിയപ്പെടുന്ന തെലുങ്ക് സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സിനിമയുടെ സ്ട്രീമിംഗ് അവകാശം ആമസോൺ പ്രൈം വീഡിയോ റെക്കോർഡ് തുകയ്ക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ്. ദുൽഖറിന്റെ തെലുങ്കിലെ മാർക്കറ്റ് വാല്യൂ ലക്കി ഭാസ്കർ എന്ന സിനിമയ്ക്ക് ശേഷം കുത്തനെ ഉയർന്നതാണ് ഈ വമ്പൻ ഡീലിന് കാരണമായത്. 40 കോടി രൂപയ്ക്ക് ഈ സിനിമയുടെ മാത്രം ഡിജിറ്റൽ റൈറ്റ്സ് വിറ്റുപോയതെന്നാണ് സിനിമാ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതേസമയം വലിയ സിനിമകളിലൂടെ ദുൽഖർ തെലുങ്ക് സിനിമയിൽ തന്റെ സ്വാധീനം ഉറപ്പിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് OTT വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മുൻനിര താരങ്ങളിൽ ഒരാളായി ദുൽഖർ സൽമാൻ മാറിയിരിക്കുന്നു.